രാജ്യത്ത് വർഗീയ വിത്ത് വിതച്ച് വളർന്ന ഒരു പാർട്ടി രാജ്യത്തിൻ്റെ അധികാര കസേരയിൽ വിരാജിക്കുകയും പിന്നീട് ഈ അധികാരം നിലനിർത്താൻ നേരായ മാർഗത്തിലൂടെ അല്ലാതെ കിണഞ്ഞ് പരിശ്രമിക്കുകയും ചെയ്യുന്ന കാഴ്ച അത്യധികം ആശങ്കയോടെയാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. രാജ്യത്ത് ഉയർന്നു വന്ന രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ അവരുടെ വളർച്ചയുടെ ഗ്രാഫ് പരിശോധിച്ചാൽ വർഷങ്ങളുടെ പ്രവർത്തന ഫലമായുള്ള ഒരു ഉയർച്ച അവർക്കിടയിൽ നമുക്ക് കാണാനാകും. പക്ഷേ BJPക്ക് അത്തരത്തിൽ പ്രവർത്തന മേഖലയിൽ വേണ്ടത്ര കാര്യക്ഷമമായി പ്രവർത്തിച്ചതിൻ്റെ ചരിത്രമില്ല എന്നത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. വളരെ കുറഞ്ഞ കാലയളവിൽ ബാഹ്യമായ ചില ദുരൂഹ പ്രവർത്തനത്തിലൂടെ പെട്ടെന്നുണ്ടായ വളർച്ച BJPക്ക് ഉണ്ടാവുന്നതായാണ് കണ്ടത്. അതിൽ പ്രധാന ഘടകം വർഗീയത തന്നെയായിരുന്നു. RSSൻ്റെയും സംഘപരിവാർ സംഘടനകളുടെയും ഹിന്ദുത്വ അജണ്ടയിൽ ഒരു രാഷ്ട്രീയ ഭാവി രൂപമെടുക്കുന്നതായി കാണാം. 1980 രൂപമെടുത്ത ഭാരതീയ ജനതാ പാർട്ടിയുടെ ലോക്സഭാ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം പടിപ്പടിയായുള്ള വളർച്ച അല്ല ഇവരുടേത് എന്ന്. നോക്കൂ, 1985 മുതൽ താഴെത്തട്ടിലൂടെ മാത്രം സഞ്ചരിച്ച് 1996, 98, 99കളിൽ മിതവാദത്തിൻ്റെ ചുവട് പിടിച്ച് അധികാരത്തിൽ കയറിയ BJP ഒരു ചെറിയ ഉയർച്ച സാധ്യമാക്കിയെങ്കിലും 2004 അത് താഴേക്ക് പതിക്കുകയും 2014 നിന്നും പെട്ടെന്ന് ഒരു കുതിപ്പിലേക്ക് ഉയരുകയും ചെയ്യുകയായിരുന്നു. അവിടെയാണ് വർഗീയ തന്ത്രങ്ങളുടെ വേരുകൾ എത്ര ആഴത്തിലിറങ്ങിയെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. 1984 വെറും 2 സീറ്റിൽ മാത്രം നിന്ന BJP പിന്നീട് തന്ത്രം മാറ്റി ഏറ്റവും ഹീനമായ രീതിയിൽ വോട്ടുകൾ ഏകോപിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങുകയായിരുന്നു. 1992 തീവ്ര വർഗീയവാദിയായ LK അദ്വാനി ഭൂരിപക്ഷമായ ചിതറിക്കിടന്ന ഹിന്ദു വോട്ടുകളെ മാത്രം ലക്ഷ്യം വെച്ച് നടത്തിയ രാമക്ഷേത്രം ബാബരി മസ്ജിദ് സംഭവങ്ങൾ രാജ്യത്ത് തീ പടർത്തി. അതിലൂടെ അവർ ഉന്നം വെച്ച കുറേയധികം കാര്യങ്ങൾ പ്രാവർത്തികമായി. ഇന്ത്യയുടെ ഇടനെഞ്ച് കീറിയ രാജ്യം മറക്കാത്ത ആ സംഭവത്തിലൂടെ ചരിത്രം കീറപ്പെട്ടു. 1991 20.1 മാത്രമായിരുന്നു BJPയുടെ വോട്ട് വിഹിതം. 1996 തിരഞ്ഞെടുപ്പിൽ ഇത് 20.3% മാത്രമായേ ഉയർന്നുള്ളൂ. 5 വർഷം കൊണ്ട് ബാബരി മസ്ജിദ് പോലെയുള്ള വലിയ നീക്കത്തിന് തുനിഞ്ഞിട്ടും വേണ്ടത്ര വളർച്ച ഉണ്ടായില്ല എന്നത് ഓർക്കണം. അവർ ഉദ്ദേശിച്ച തരത്തിൽ ലക്ഷ്യത്തിൽ അത് കൊണ്ടില്ല എന്ന് മാത്രമല്ല, വളർച്ച മുരടിച്ച് നിന്നു എന്നുള്ളതാണ് ഇത് കാണിച്ചു തരുന്നത്. അതിനുശേഷം വന്ന അടൽ ബിഹാരി വാജ്പേയി കാലം, അദ്ദേഹത്തിൻ്റെ മിതവാദം എന്ന ആശയം പാർട്ടിയുടെ സ്വീകാര്യത കൂട്ടി. ആ കാലയളവിൽ 1998-99 BJP വോട്ട് വിഹിതം 25% അടുത്തേക്ക് ഉയർന്നു. പക്ഷേ അപ്പോഴും സീറ്റുകളുടെ എണ്ണം 182 തുടർന്നു. വോട്ട് ശതമാനം കൂടിയപ്പോഴും സീറ്റുകളുടെ എണ്ണം കാര്യമായി വർദ്ധിക്കാതിരുന്നത് എന്തായിരിക്കും? വാജ്പേയിയെ മുൻനിർത്തി മിതവാദം കൊണ്ട് ഭൂരിപക്ഷത്തേക്ക് എത്തുക സാധ്യമല്ല എന്ന് അവർക്ക് വ്യക്തമായി. അതോടെയാണ് NDA എന്ന സഖ്യ രാഷ്ട്രീയം രൂപപ്പെടുത്തിയത്. അതായത് BJPക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി സംഘപരിവാർ ശക്തികളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റം നടത്തിയാലേ ലക്ഷ്യം സാധ്യമാകൂ എന്ന് കണ്ടുള്ള ഒരു നീക്കമായിരുന്നു അത്. 2004 138 സീറ്റായും 2009 116 സീറ്റായും പാർട്ടി തളർന്നു. ഇന്ത്യ തിളങ്ങുന്നു എന്ന പ്രപ്പഗാണ്ടയിൽ കെട്ടിപ്പടുത്ത ഭരണ നേട്ടങ്ങളുടെ യഥാർത്ഥ മുഖം ഗ്രാമങ്ങളിൽ നിന്നും പ്രതിധ്വനിച്ചു. തിളങ്ങുന്ന BJP പറഞ്ഞ ഇന്ത്യയുടെ ഗ്രാമങ്ങൾ ശ്വാസം മുട്ടുന്ന അവസ്ഥയിൽ ആയിരുന്നു ആ കാലത്ത്. ദാരിദ്ര്യവും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും വികസന മുരടിപ്പും ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്നും നിലവിളികളായി ഉയർന്നു. അതൊരു വലിയ തിരിച്ചടിയായി മാറി. 2002 ഗുജറാത്ത് കലാപം ബാബരി മസ്ജിദ് പോലെ BJPയെ വേട്ടയാടുന്ന മുറിവായി മാറി. മിതവാദ കാലത്ത് BJPയോടൊപ്പം നിലനിന്നിരുന്ന മതേതരത്വ വോട്ടുകൾ ഈ സംഭവത്തോടെ മാറി മറിഞ്ഞു. അത് പിന്നീട് തിരഞ്ഞെടുപ്പിൽ പ്രതിധ്വനിച്ചു. ഇതൊക്കെയാണ് 2009 116 ഒതുങ്ങിയത്. വെറും 19% വോട്ട് മാത്രമായി താണത്. എന്നാൽ 2014 എത്തുമ്പോൾ ഒറ്റയടിക്ക് 282 സീറ്റും 31% വോട്ടും ഒരു ഭീമമായ കുതിപ്പ് നമുക്കിവിടെ കാണാം. 166 അധിക സീറ്റുകൾ, 12% വർധനവ്. ഇതത്ര ശരിയായ വളർച്ച അല്ല എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. സ്വാഭാവികമല്ലാത്ത ഈ ഉയർച്ചയിൽ എന്തോ ദുരൂഹത നിഴലിക്കുന്നതായി കാണാം. ഒരു കൃത്രിമമായ ഒരു കുതിക്കൽ, അസാധാരണ തന്ത്രങ്ങൾ ഇതിൻ്റെ പിന്നിൽ BJP നടത്തി എന്ന് വേണം കരുതാൻ. ഒരു സാധാരണ രാഷ്ട്രീയ മത്സരത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ച് എല്ലാ രാഷ്ട്രീയ എത്തിക്സും തകർത്ത് രാഷ്ട്രീയ ധാർമ്മികതയില്ലാതെ ജനത്തിൻ്റെ വായും കയ്യും കെട്ടി വോട്ട് പിടിക്കൽ തന്ത്രമാണ് പയറ്റിയത് എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ എതിരാളികളെ രാഷ്ട്രീയപരമായി നേരിടുന്നതിന് പകരം വ്യക്തിഹത്യ നടത്തി എതിരിടുക, ഭരണപരമായ പോരായ്മകൾ വ്യക്തികളിൽ ആരോപിക്കുക,
മാധ്യമ പിന്തുണയോടെയുള്ള ആക്രമണങ്ങൾ, വലിയ കോർപ്പറേറ്റ് സഹായം, സോഷ്യൽ മീഡിയയിലൂടെയുള്ള വ്യാജ പ്രചരണങ്ങൾ, RSS വഴി ഏറ്റവും താഴെത്തട്ടിലെ വർഗീയ പ്രവർത്തനം, അണ്ണാ ഹസേരയുടെ സമരങ്ങൾക്കായുള്ള പിന്തുണ, ഇതൊക്കെ ചേർന്നാണ് BJP ഒരു കൃത്രിമ ഉയർച്ച സാധ്യമാക്കിയത്. ഈ അസ്വാഭാവിക വളർച്ച മനസ്സിലാകണമെങ്കിൽ മറ്റൊരു വശത്തെ സ്വാഭാവിക വളർച്ച കൂടി പഠനവിധേയമാക്കണം. 1952 മുതൽ 2024 വരെയുള്ള കോൺഗ്രസിൻ്റെ കണക്കുകൾ നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. സാവധാനം ഉയർച്ച, സാവധാനമുള്ള തകർച്ച, തിരിച്ചടികൾ, അതിജീവനങ്ങൾ ഒക്കെ നമുക്ക് കോൺഗ്രസിൽ അവിടെ കാണാം. യഥാർത്ഥമായ സ്വാഭാവികമായ നീക്കമാണ് ഇത് വ്യക്തമാക്കുന്നത്. നെഹ്റു കാലം മുതൽ കോൺഗ്രസ് എന്നത് ഒരു പാർട്ടി എന്നതിൽ ഉപരി അത് കാലങ്ങളായി രാജ്യത്തിൻ്റെ സ്ഥിരം സർക്കാർ തന്നെ ആവുകയായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പാരമ്പര്യം രാജ്യത്തെ അടിസ്ഥാനമായി പടുത്തുയർത്തിയതും ഭരണപരമായും രാജ്യതലത്തിലും ഇന്ത്യ എന്ന കെട്ടുറപ്പുണ്ടാക്കിയെടുത്തതും അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയായിരുന്നു. അതാണ് 50കളുടെ തുടക്കം മുതൽ 60കൾ വരെ വോട്ട് വിഹിതത്തിൽ ക്രമേണ കുറവ് വന്നിട്ടും കോൺഗ്രസ് നേടിയ സീറ്റുകളുടെ എണ്ണത്തിൽ കാര്യമായ കുറവ് സംഭവിക്കാതിരുന്നത്. എന്നാൽ ഇന്ദിരാഗാന്ധി കാലം കോൺഗ്രസിന് ഒരു പ്രക്ഷുബ്ധ കാലമായിരുന്നു. പാർട്ടി പിളർപ്പ്, ഗരീബി ഘട്ടാവ് പോലുള്ള മുദ്രാവാക്യം, അടിയന്തരാവസ്ഥ, 1977 പരാജയവുമൊക്കെ ഗ്രാഫിൽ താഴെത്തട്ടിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചു. ഈ പതനത്തിലും കോൺഗ്രസ് പൂർണ്ണമായി തകർന്നില്ല. കോൺഗ്രസിനെ അടിസ്ഥാനമായ വോട്ട് വിഹിതം അപ്പോഴും നിലനിന്നിരുന്നു. 1980 തിരികെ വന്ന ഇന്ദിരാഗാന്ധി ഇതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇതൊരു സുപ്രഭാതത്തിലെ കുതിപ്പല്ല, ജയപരാജയങ്ങളിലൂടെയുള്ള ഏറ്റക്കുറച്ചിലുള്ള വളർച്ചയാണ്. വോട്ടർമാരുടെ ഒരു പുനർവിചിന്തനത്തിലൂടെ ഇന്ദിരാഗാന്ധിയെ കോൺഗ്രസിനെ തിരിച്ചു ഭരണത്തിൽ ഏറ്റുകയായിരുന്നു. പിന്നീട് 1984 ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് പിന്നാലെ നടന്ന തിരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധിയുടെ വൻ വിജയത്തിന് ശേഷം പാർട്ടി താഴേക്ക് പോയി. ഇത് സ്വാഭാവിക ക്രമത്തിലെ താഴ്ചയായിരുന്നു. 2014 2019 കോൺഗ്രസിന് പരാജയം നേരിട്ട സീറ്റുകൾ കുറഞ്ഞുവെങ്കിലും കോൺഗ്രസിൻ്റെ വോട്ട് വിഹിതം 19.5% ഇടയിൽ ഒരു അടിത്തറയോടെ പിടിച്ചു നിന്നു. ഇതെത്ര സ്വാഭാവിക ഇടർച്ചയാണെന്ന് നമ്മൾ ഓർക്കണം. 1994 പോലെ ഒരു വലിയ ഹിന്ദു വോട്ട് ഏകീകരണം പ്രതീക്ഷിച്ചു കൊണ്ടുവന്ന 2024 ജനുവരി 22 രാമക്ഷേത്ര ഉദ്ഘാടനം പക്ഷേ അന്നത്തെ പോലെയല്ല ഇന്ന് രാജ്യം BJPയെ കാണുന്നത് എന്നതിൻ്റെ തെളിവാണ് സംഭവിപ്പിച്ചത്. ഫൈസാബാദിൽ പോലും BJP പരാജയപ്പെട്ടു. ജാതി പ്രാദേശിക പ്രശ്നങ്ങൾ, രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്ന മോദിയുടെ വോട്ട് കൊള്ള, സാമ്പത്തിക വിഷയങ്ങൾ, അതിർത്തി വിഷയങ്ങൾ, അഴിമതികൾ ഒക്കെ തന്നെ BJPക്ക് വലിയ തിരിച്ചടിയാവുകയായിരുന്നു. എന്നാൽ കോൺഗ്രസിൻ്റെ വോട്ട് വിഹിതം 2019 19.5% നിന്നും 21.2% ഉയർന്നു. സീറ്റുകൾ 52 നിന്നും 99 വർദ്ധിച്ചു. സ്വാഭാവികമായ ഒരു തിരിച്ചുവരവിൻ്റെ സൂചന ഇവിടെ കാണുന്നുണ്ട്. BJPയുടെ വിള്ളലുകളും കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഏകീകരണവുമാണ് NDAയ്ക്കകത്തുള്ള പാർട്ടികളിലെ നിരാശയും BJPയുടെ വാഗ്ദാനങ്ങളിലെ പരാജയവുമൊക്കെയാണ് ഇത് വ്യക്തമാക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ NDAയിലെ ഈ പരാജയം കടുക്കുകയും ഇന്ത്യ മുന്നണിയുടെ വിജയം ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണിത്. ഇത് കാണിക്കുന്നത് രണ്ട് രാഷ്ട്രീയ പാർട്ടികളിലെ താരതമ്യമാണ്. കോൺഗ്രസ് കാലാകാലങ്ങളിലുള്ള മാറ്റങ്ങളും തിരുത്തലുകളും കോൺഗ്രസിനെ പടിപടിയായി ഉയർത്തുന്നുണ്ട്. ഇതാണ് സ്വാഭാവിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നത്. എന്നാൽ ധ്രുവീകരണം, മാധ്യമ സ്വാധീനം, വ്യക്തിപൂജ എന്നിവയിൽ കെട്ടിപ്പടുത്ത BJPയുടെ കൃത്രിമ വളർച്ച കാലക്രമേണ തകരും എന്നതിൻ്റെ തെളിവും ഇവിടെ കാണാം. കാലം തെളിയിക്കുന്ന വലിയ ഒരു സത്യത്തിലേക്കാണ് ഇത് വെളിച്ചം വീശുന്നത്. BJP കെട്ടിപ്പൊക്കിയ വിശ്വാസ്യത തകർന്നടിയുകയും പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് നിപതിക്കുകയും ചെയ്യും. കോൺഗ്രസ് പുതിയ ഊർജത്തിൽ അധികാരത്തിൽ കയറുകയും ചെയ്യുമെന്നത് ഉറപ്പായി കഴിഞ്ഞു. അബദ്ധധാരണകൾ പരത്തി കെട്ടിപ്പൊക്കിയ ഒരു വലിയ അസത്യം രാജ്യത്ത് എത്ര കാലം തുടർന്നുകൊണ്ട് പോകാൻ കഴിയും? ഒരിക്കലും അത് നിലനിൽക്കില്ല എന്നതാണ് പരമാർത്ഥം. അതിൻ്റെ വ്യക്തമായ നേർസാക്ഷ്യമാണ് രാജ്യത്ത് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.